ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു സൈഡ് ഡിഷായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 കറികളുടെ റെസിപ്പിയാണേ. ആദ്യം നമുക്കൊരു കറിയാണ്. ആദ്യത്തെ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തക്കാളിയും 4 ചെറിയ സബോളയും 2 പച്ചമുളകും എടുക്കുക. അതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഒത്തിരി ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് നമ്മൾ ആദ്യം കുക്കറിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം, സബോളയിലൊക്കെ വെള്ളം വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സമയം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇഷ്ടമായ വീഡിയോസ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണേ. കുക്കറിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ സബോള ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കുക. 5-6 വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വയ്ക്കുക. കുക്കറിൽ ഒരു വിസിലിട്ടാൽ മതി കേട്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതിൽ വെള്ളം അധികം വറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ വെള്ളത്തിനെ ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്കാദ്യം മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റിൽ അരച്ചെടുക്കാം കേട്ടോ. ആ സമയം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക, ജീരകം ഇട്ട് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് വറ്റൽമുളകും കൂടി 3-4 വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്നെസ്സോടുകൂടിയ ഒരു കറിയാണേ. സാമ്പാറിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പരിപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു കുറുകിയ ഒരു കറിയാണ് കേട്ടോ. അപ്പം നമുക്കിതിനിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സബോള കട്ട് ചെയ്തതും വെളുത്തുള്ളി ആഡ് ചെയ്ത് വശക്കി കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ മിക്സി ജാറിൽ നമ്മളിപ്പോൾ സബോളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മിക്സി ജാറിൽ നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വേവിച്ചപ്പം വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളം നമുക്ക് കളയണ്ട കേട്ടോ, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഞാനിന്ന് 2 കറിയും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോയിലായിട്ട് കാണിക്കുകയാണേ. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമുക്ക് പാകത്തിന് വെള്ളം, മിക്സി കഴുകി പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇത് ഒത്തിരി പച്ചമുളക് നമുക്കിപ്പം മുളക് പൊടി ഇടണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് മാത്രം ഇട്ടാൽ മതിയേ. ഇതിപ്പോൾ ഞാൻ കുഞ്ഞിന് കൊടുക്കാനുള്ളത് കൊണ്ട് 2 പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല, അതേപടി തന്നെ മുഴുഞ്ഞിട്ടെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കുക്കറിലിട്ട് കൊടുത്തത്. എന്നിട്ട് തന്നെ പാകത്തിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലിടേണ്ട പൊടികളൊക്കെ പറയാം. നമുക്ക് സാമ്പാറിനൊക്കെ ഇടത്തില്ലേ, അതുപോലെ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആയാലും പ്രശ്നമില്ല, ആ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ. പിന്നെ സാമ്പാർ പൊടി കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാനിതിൽ കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്, കായപ്പൊടി. നമ്മൾ സാമ്പാറിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാ പൊടികളും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. പുളിയുടെ ആവശ്യമില്ല, നമ്മളിപ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം പുളിയുടെ ആവശ്യമില്ല. പിന്നെ ഇതിലോട്ട് മല്ലിയില, നമുക്ക് സാമ്പാറിനെ പോലെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ല തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച്, ഞാനിത് ഇത്രയും വറ്റിച്ചെടുത്ത ശേഷം കുറച്ച് മാറ്റിയതിന് ശേഷമാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമാണെങ്കിലും മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു, അങ്ങനെ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുളക് പൊടി ഇട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ആ സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് എരിവും എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സാമ്പാറിനൊക്കെ കുറച്ച് ശർക്കര ലാസ്റ്റ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ഈ കറിയിലും കൂടി നമുക്ക് ശർക്കരയും കൂടി ആഡ് ചെയ്ത് എടുത്താൽ നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്, സാമ്പാർ പൊടി ഇട്ടില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കുറുകിയ ഒരു ഇഡ്ഡലിക്ക് പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശർക്കര ഇഷ്ടമില്ലാത്തവർ ഇടണ്ട കേട്ടോ. അപ്പം നല്ലൊരു കുറുകിയ കറി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് എത്ര പരുവത്തിൽ കുറുകി വരണം ആ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ഒരു കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കട്ടിക്കിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ.
ആദ്യം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലും വെളുത്തുള്ളിയാണ് കേട്ടോ, 3-4 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 സബോള, ചെറിയ സബോള എടുത്തിട്ടുണ്ട്. ആ സബോള ആണെങ്കിൽ കട്ട് ചെയ്ത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇത് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല കട്ടിക്കിരിക്കുന്ന ഒരു കറിയാണ്. നേരത്തെ ഉള്ളത് നമ്മൾക്ക് സാമ്പാർ പോലെയുള്ള അത്രയും വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും എടുക്കാം. ഇതൊരു നല്ല കട്ടിക്കിരിക്കുന്ന കറിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക, തക്കാളി നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക, പുളിപ്പ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി വഴറ്റി മാറ്റി വെച്ച് കൊടുക്കുക. നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളകും ഇട്ട് കുറച്ച് ജീരകവും 5-6 വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി കട്ട് ചെയ്തിടണം കേട്ടോ. നേരത്തെ നമ്മൾ വശയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് വശയ്ക്ക് വരുമ്പോൾ നമുക്കിത് മിക്സി ജാറിലിട്ട് ഉള്ളി എല്ലാം കൂടി ചേർത്തതുള്ള മിക്സ് ഉണ്ടല്ലോ, തക്കാളി എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്ത് നമ്മൾക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിട്ട്. ബൈ, സീ യു.